ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്, കേങ്ങ് ബിരിയാണി. നല്ല പൊടിയുള്ള കേങ്ങ്, അത് ഒറ്റൊരു കഷ്ണം വാങ്ങിയതാണ്. അത് ഇത്തിരി ഉപ്പിട്ടിട്ട് ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ 1-2 തിള വരുന്നവരെ തിളപ്പിക്കുക. പിന്നെ നമ്മൾ കേങ്ങൽ വേവിക്കുന്ന നേരം അധികം മൂടി വെക്കണ്ട. അധികം മൂടി വെക്കുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് കയറും. പിന്നെ ഞാൻ ആ വെള്ളം ഒഴിവാക്കി, ഇതൊന്ന് തിളപ്പിച്ച വെള്ളം ഒഴിവാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതൊന്നും കൂടി വേവിക്കുക. പിന്നെ നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അത് നല്ലോണം വാടട്ടെ. അതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയിൽ ചേർത്ത് കൊടുക്കണം. നമ്മളെ കേങ്ങ് കണ്ട നല്ല പൗഡർ പോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കേങ്ങ് കിട്ടണം. ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട്. അതിലേക്ക് നടുവിലൊരു കൊയ്യാക്കിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ, എണ്ണ കൂടുതൽ വേണ്ട. പിന്നെ ഒരു ചെറിയ തക്കാളി അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അടച്ച് വെച്ചിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട. പിന്നീട് നമുക്ക് ഞാൻ ഈസ്റ്റേണിൻ്റെ പൊടികളാണ് ഉപയോഗിക്കുക. പിന്നെ ചിക്കൻ പൊടി വേണം നമുക്ക്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഒന്ന് അതിനെ വഴറ്റിയെടുക്കുക. ഒരു എണ്ണ തെളിയുന്ന സമയം വരെ വഴറ്റിയെടുക്കുക. മസാലയിലൊന്നും നല്ലോണം അതിൽ പിടിക്കട്ടെ. ഇനി നമ്മൾ ഇതിൽ ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫ് കപ്പ ബിരിയാണിയാണ്. ബീഫ് ഇട്ട് കൊടുക്കുക. നല്ലോണം ആ മസാലയിലൊന്ന് പിടിക്കുന്നവരെ തന്നെ ഇളക്കി കൊടുക്കുക. അതിനെ നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുക. കുക്കറിൽ നമ്മൾ ഇതിനൊന്ന് വേവിച്ചെടുക്കണ്ടേ, ബീഫല്ലേ, നല്ല വേവുണ്ടാവും. ഞാൻ ആ ഉള്ളി മസാലയെല്ലാം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ചീനച്ചട്ടി കൈയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ സ്പൂൺ ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വെന്തും കിട്ടും. നമ്മൾ കുക്കറിൻ്റെ മൂടിയുണ്ട്, ഞങ്ങൾ മൂടീൻ്റെ മേലെയൊന്നും ആവുമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ, ഒരു കയ്യിൽ തേങ്ങ വേണം. ഒരു ചെറിയ ഉള്ളി, 2 ടീസ്പൂൺ പെരിഞ്ചീരകം, അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അതിന് ശേഷം ഒരു 4 പച്ചമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. നമ്മളെ കേങ്ങ് കണ്ട നല്ല പൂ പോലെ വെന്തിട്ടുണ്ട്. നല്ലോണം ഉടച്ചെടുക്കുക കേങ്ങ്. പിന്നെ കുക്കർ എപ്പോൾ നമ്മൾ പെട്ടെന്ന് തുറക്കണമെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുക്കറിൻ്റെ മേലെ ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുക്കർ പൊട്ടിത്തെറിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ആ സ്പൂൺ നമ്മൾ അതിലിട്ട് കൊടുത്തോണ്ടുണ്ടല്ലോ, സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. കുക്കറൊന്നും അതും വൃത്തിയിടില്ല, ഗ്യാസും ലാഭം. ഇനി ആ സ്പൂൺ അതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. ബീഫ് നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ